നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് കള്ള ടാക്സി. കേരളത്തിൽ ഇത്തരം ടാക്സികൾ അധികമില്ലെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അനധികൃതമായി പണം വാങ്ങി ഓടുന്നതും പരിചയമില്ലാത്തവർക്ക് പോലും പൈസ വാങ്ങി യാത്രകൾക്കായി നൽകുന്നതുമായ ഇത്തരം വാഹന ഉടമകൾക്കെതിരെ അതിശക്തമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് നമ്മുടെ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കാറുകളില്ലാത്ത വീടുകൾ ഇപ്പോൾ ചുരുക്കമാണ്. കോവിഡ് കാലത്താണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മലയാളികൾ ധാരാളമായി സ്വന്തമാക്കിയത്. ഒരു 20,000 രൂപ മുതലുള്ള വാഹനങ്ങൾ സെക്കൻഡ് സെയിലായി ഇന്ന് ലഭിക്കും. ഗിയറുകളില്ലാത്ത സ്കൂട്ടറുകൾ വിപണിയിൽ എത്തിയപ്പോൾ എല്ലാ വീടുകളിലും അവ എത്തപ്പെട്ടു. അതോടെയാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ കാര്യങ്ങൾ വളരെ പരിങ്ങലിലായി തുടങ്ങിയത്. ഇപ്പോൾ സർവ്വഭവനങ്ങളിലും 4 വീലർ വന്നപ്പോൾ ടാക്സി ഓട്ടവും തീരെ കുറഞ്ഞു. അതിനിടയിലാണ് ഈ കള്ള ടാക്സിയുടെ വിളയാട്ടം. നമുക്കൊരു കാർ സ്വന്തമായി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കുമൊക്കെ ഉപയോഗിക്കുവാനായി നൽകാം. അതല്ലാതെ പണം വാങ്ങി സ്വകാര്യ വാഹനങ്ങൾ യാത്ര ചെയ്യാനായി നൽകുന്നത് പൂർണ്ണമായും നിരോധിക്കേണ്ടത് തന്നെയാണ്. ലക്ഷക്കണക്കിന് ഓട്ടോ ടാക്സി ഡ്രൈവർമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ ഓട്ടോറിക്ഷ സ്വന്തമായിട്ടുള്ളവരാണ് അധികവും. എന്നാൽ ടാക്സി ഓടിക്കുന്നത് ബഹുഭൂരിപക്ഷവും ഡ്രൈവർമാർ മാത്രമാണ്. അവർക്ക് ശമ്പളമില്ല, ഓടുന്നതിന് കമ്മീഷൻ മാത്രമാണ്. രാപകൽ ഓട്ടോ ഓടിയാൽ പോലും ഒരു കുടുംബം പുലർന്നു പോകാൻ പാടാണ്. മാത്രമല്ല, ചെറു കവലകളിൽ പോലും 100 കണക്കിന് ഓട്ടോറിക്ഷകളാണ് ഇങ്ങനെ നിരയായി കിടക്കുന്നത്. ടാക്സി ഡ്രൈവർമാരുടെ കാര്യം ഇതിനേക്കാൾ ദയനീയമാണ്. അവരുടേതായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കൈനീട്ടം ഓടാത്ത ദിവസങ്ങളാണ് അധികവും. പരിചയത്തിൻ്റെ പുറത്ത് വല്ലപ്പോഴും ഒരു ഓട്ടം കിട്ടിയാലായി. അതിനിടയിലാണ് കള്ള ടാക്സി എന്ന അനധികൃത വാഹനയോട്ടം നടക്കുന്നത്. ആലപ്പുഴ കളർകോട് വാഹന അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനവും അത്തരത്തിലുള്ള ഒരു കള്ള ടാക്സിയായിരുന്നു. ആ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന വാഹനത്തിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അറിയാതെ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാതെ യാത്ര ചെയ്യാവുന്നതിലും കൂടുതൽ ആളുകൾ യാത്ര ചെയ്താണ് ആ അപകടമുണ്ടായത്. ഭാവി പ്രതീക്ഷകളായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തോടെ കേവലം പണത്തിനു വേണ്ടി സ്വകാര്യ വാഹനങ്ങൾ വിട്ടു നൽകുന്ന ഗൗരവമായ കുറ്റം മറ്റ് ശിക്ഷാ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. ഓട്ടോറിക്ഷകളും ടാക്സികളുമൊക്കെ നികുതി അടച്ച് വാഹനം യാത്രായോഗ്യമാക്കിയാണ് സർവീസ് നടത്തുന്നത്. കള്ള ടാക്സികൾ ഇത്തരം ഒരു കാര്യങ്ങളും നോക്കാറില്ല. പണം വാങ്ങുന്നു, യാതൊരു പരിചയമില്ലാത്തവർക്ക് പോലും വാഹനം നൽകുന്നു. ഇത് വാഹന സുരക്ഷാ നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേർ പണിയെടുക്കുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ വയറ്റത്തടിക്കുന്ന പ്രവൃത്തി കൂടിയാണ്. ഇത്തരം നിയമ ലംഘനങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം. എല്ലാറ്റിനും നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവയൊക്കെ നടപ്പിലാക്കുന്നത് അതീവ ദുർബലമായി പോകുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഗണേശൻ മന്ത്രി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ള ടാക്സികൾക്കെതിരെ നടപടികൾ ഉണ്ടാകും, അത് ചില്ലറ നടപടിയായിരിക്കില്ല എന്നാണ് താക്കീത്. മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ.